തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF മണ്ണാർക്കാട് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കീഴിൽ പണിയെടുക്കുന്നവർ വരെ അഴിമതിയുടെ കുത്തരങ്ങാണ് ഈ മുനിസിപ്പാലിറ്റി. ഈ ഭരണസിരാ കേന്ദ്രമെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അഴിമതിയുടെ മാറുന്ന കടകൾ മണ്ണാർക്കാടിന്റെ കാറ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ഉറപ്പുമില്ലാതെ ന്യായീകരിച്ചുകൊണ്ട് തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണസമിതിക്ക് അതിശക്തമായ താക്കീത് നൽകിക്കൊണ്ട് മണ്ണാർക്കാടിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ അംഗനത്തിലേക്ക് മാർച്ചുമായി കടന്നു വന്നിരിക്കുന്നു. നഗരസഭയിൽ ലീഗ് പ്രവർത്തകർ കോൺഗ്രസ് കൗൺസിലർമാരെ മർദ്ദിച്ച സംഭവത്തെ റിയാസുദ്ദീൻ പരിഹസിച്ചു. കോൺഗ്രസുകാരെ നിർദ്ദയം ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഈ കോണിപ്പടിയിൽ ഇട്ടിട്ട് ലീഗിന്റെ ഗുണ്ടകൾ നന്നായിട്ട് കൈകാര്യം ചെയ്തു. നമ്മൾ വാട്സപ്പിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തു. നമുക്ക് ഇത് നന്നായി രക്ഷപ്പെട്ടില്ലേ? ഏത് നിർദ്ദയം കൈകാര്യം ചെയ്യാൻ രണ്ട് കോൺഗ്രസിന്റെ അടിയായിട്ടില്ല തലക്ക് കണ്ടില്ലേ? കോൺഗ്രസുകാരന്റെ എല്ലാ ഇവിടത്തെ ലീഗുകാരുടെ ചെണ്ട ഇവിടുത്തെ കോൺഗ്രസ് ഒരു സാധനം സംസ്ഥാനത്തിൽ ഇവിടനീളം നമ്മൾ അറിയപ്പെടുന്നത് ലീഗ് കോൺഗ്രസിന്റെ ചെണ്ടേന്നാണ്. ലീഗ് കോൺഗ്രസിന്റെ അത് നമ്മൾ കണ്ടല്ലോ, PMCയിൽ കണ്ടു, ഇപ്പൊ വക്കപ്പിൽ നമ്മൾ കണ്ടു. നമ്മൾ മാറ്റിവെച്ചതൊക്കെ ഇങ്ങനെ ഇപ്പൊ എടുത്തിട്ട് ആ രണ്ടുപേര് ആരോ വന്നോട്ടെ. വക്കപ്പിൽ ഇപ്പോ ഏത് സമുദായം വന്നാലും ഇപ്പോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നുമില്ല, അപ്പുറത്ത് രണ്ട് സിഖും ജൈനനും പാഴ്സിയൊക്കെ ആര് വന്നാലും കുഴപ്പമില്ല. നമ്മളെ കച്ചവടം നടക്കണം, നമ്മളെ കാര്യം നടക്കണം. നിർദ്ദയം എന്തിന്റെ പേരിലാണ്? ഇവിടെ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ കുറിച്ച് ആരാ പറഞ്ഞ്? പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനത്തിന്റെ തലവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയാം. റൂം വേണം പോലും. റൂം ഇവിടെ ചുറ്റുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടല്ലോ, അതൊന്നും പോരാ. ഇവിടത്തെ റൂം വേണം. തനിക്കെതിരെ മാധ്യമ ശ്രദ്ധ നേടാൻ കൗൺസിലർ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി മൻസൂർ ആരോപിച്ചു. കൗൺസിൽ യോഗത്തിൽ ക്ഷേമകാര്യ ചെയർമാനും സ്വന്തമായി റൂം വേണമെന്ന് പറയാം. അപ്പൊ പത്രക്കാരും LDFന്റെ കൗൺസിലർമാരും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗം നടത്തിയപ്പോൾ വന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, അങ്ങനെ ഒരു അജണ്ട വന്നിട്ടേ ഇല്ല. അങ്ങനെ രേഖാമൂലം ഞങ്ങള് നേരെ പ്രസ് ക്ലബ്ബിൽ ചെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം ചെയർപേഴ്സൺ വരിക. ചെയർപേഴ്സൺ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഈ ക്ഷേമകാര്യ ചെയർമാനോ മുൻ ചെയർമാനോ ഇക്കാര്യം അറിയില്ല എന്ന്. ചെയർപേഴ്സൺ പറഞ്ഞത് എന്താണെന്ന് പത്രസമ്മേളനത്തിന്, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഇവിടെ റൂം സ്വന്തമായി മുൻ ചെയർമാന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെയും എല്ലാവർക്കും അറിയാം. മുൻ ചെയർമാൻ പറയാതെ ഇവിടെ ഇത് ഈച്ചാനകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആളുകളെല്ലാം വിഡ്ഢികളാക്കുന്ന രൂപത്തിലേക്കാണ് ഇവിടുത്തെ പുതിയ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി പോകുന്നത്. മറ്റ് LDF നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.